Welcome to my classroom. Today we will discuss to find the solution of a quadratic equation. Methods. What are the methods to find the solution of a quadratic equation? First method, factorization method. ഒരു question എടുക്കാം നമുക്ക്. Do you remember this equation? X square minus 9x is equal to 0. Because in the introduction part, ഒരു കഥയുണ്ടായിരുന്നില്ലേ, ഒരു പ്രിൻസസിൻ്റെ ഏജ് കണ്ടുപിടിക്കുന്നത്. അപ്പം ഇൻ ദാറ്റ് പാർട്ട് വി ഗോട്ട് ദി ഏജ് ഓഫ് ദ പ്രിൻസസ് വാസ് 9 years, ബട്ട് വി ഗോട്ട് ഓൺലി വൺ വാല്യൂ ദർ. ബട്ട് ദാറ്റ് ഇക്വേഷൻ ഹാസ് വൺ മോർ വാല്യൂ. വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ദാറ്റ് വാല്യൂ. സി എക്സ് സ്ക്വയർ മൈനസ് 9x is equal to 0. You can take you can make this into factors. So what is the common factor here? X is common factor there in both these terms. That means x, take x outside, x minus 9 is equal to 0. This means x is equal to 0 or x minus 9 is equal to 0. That is x is equal to 0 or x minus 9 is equal to 0 means x is equal to 9. X is equal to 9. So in that story we got the age of the princess was 9 years. But there is one more value or one more solution for the equation. ഇതായിരുന്നു ആ ഒരു സിറ്റുവേഷന് സ്യൂട്ടായിട്ടുള്ള ആൻസർ. അതുകൊണ്ടാണ് നമ്മൾ ആ ആൻസർ എടുത്തത്. ബട്ട് ദർ ഈസ് വൺ മോർ ആൻസർ. ഓക്കെ, ഞാൻ ലെറ്റസ് ടേക്ക് അനദർ എക്സാമ്പിൾ. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ചെയ്തത്? ഫാക്ടറൈസേഷൻ മെത്തേഡാണിത്. ഇഫ് ദർ ഈസ് എനി കോമൺ ഫാക്ടർ യു ക്യാൻ ടേക്ക് ദ കോമൺ ഫാക്ടർ ഔട്ട് സൈഡ് ആൻഡ് ഇക്വേറ്റ് ദറ്റ് ഫാക്ടേഴ്സ് ടു 0. 0 ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ രണ്ട് ടേമൊക്കെ വരുമ്പോഴാണ് മെയിൻലി ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുക. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, 2x square minus 5x plus 3 is equal to 0. ഇൻ ദിസ് ഇക്വേഷൻ നമുക്ക് കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല, പിന്നെ ഐഡൻറ്റിറ്റീസ് അങ്ങനെ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ മിഡിൽ ടേമിനെ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെ മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യുക? ഈ -5x യു ഹാവ് ടു റൈറ്റ് ദാറ്റ് -5x ഇൻറ്റു 2 terms സച്ച് ദാറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ നമ്മൾ എഴുതുന്ന ആ രണ്ട് ടേംസ് ഉണ്ടല്ലോ, ആ രണ്ട് ടേംസിൻ്റെ കോഎഫിഷ്യൻസിൻ്റെ പ്രോഡക്റ്റ് ഇതിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കണം. അതായത് 2 × 3 ആയിരിക്കണം. പ്രോഡക്റ്റ് ഇസ് ഈക്വൽ ടു 6, സം ഇസ് ഈക്വൽ ടു -5. അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സ് കണ്ടുപിടിക്കണം. അതായത് അപ്പം നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും? നമ്പേഴ്സ് ആർ -3 and -2. -3 × -2 is 6. -3 plus -2 is -5. So you split this -5x into 2 terms such that -3x and -2x. അപ്പം നമുക്കിതിന് എങ്ങനെ എഴുതാം? 2x square minus split that 5x. ഓക്കെ, now you take 2 terms together. ഈ രണ്ട് ടേംസ് ഇങ്ങനെ എടുക്കുക. ഇതിൽ എന്തെങ്കിലും കോമൺ ഫാക്ടർ ഉണ്ടോ? യെസ്, എക്സ് ഈസ് കോമൺ ദർ. ടേക്ക് എക്സ് ഔട്ട് സൈഡ്, ദെൻ യു വിൽ ഗെറ്റ് 2x minus 3. ഇവിടെയുള്ള എന്താണോ സൈൻ, ദ സെയിം സൈൻ യു റൈറ്റ് ഹിയർ. ഇവിടെ പ്ലസ് ആണെങ്കിൽ പ്ലസ്, മൈനസ് ആണെങ്കിൽ മൈനസ്. മൈനസ് ആകുമ്പോൾ ഒരു കാര്യമുണ്ട്, ഈ ഇവിടെയുള്ള ഈ ഒരു സൈൻ ഉണ്ടല്ലോ അതങ്ങ് ചേഞ്ച് ആവും, നേരെ ഓപ്പോസിറ്റായി മാറും. അത്രയേ ഉള്ളൂ. മൈനസ് ആണെങ്കിൽ. പ്ലസ് ആണെങ്കിൽ യാതൊരു ചേഞ്ചും ഇല്ല. ഇത് അതുപോലെ തന്നെ എഴുതാം. സോ വാട്ട് എനി കോമൺ ഫാക്ടർ ഹിയർ? നോ കോമൺ ദർ. കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല. 1 ആണ് ഇവിടെ കോമൺ ഫാക്ടറായിട്ട് നമുക്ക് എടുക്കാനുള്ളത്. ഓക്കെ, യു ടേക്ക് 1 ആസ് കോമൺ ഫാക്ടർ. സോ 2x എന്താവും? ഈ പ്ലസ് മൈനസായി മാറും. അതാണ് അവിടെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം. ഇവിടെ പ്ലസ് ആണെങ്കിൽ ഒരു പ്രശ്നമില്ല, ഇതും ഇവിടെ എന്താണോ അത് തന്നെയായിരിക്കും. പക്ഷേ ഇവിടെ നെഗറ്റീവ് വരികയാണെങ്കിൽ ബ്രാക്കറ്റും കൂടി ഉള്ളത് കൊണ്ടാണ് അങ്ങനെ അകത്തുള്ള ടേം നേരെ ഓപ്പോസിറ്റായിട്ട് മാറുന്നത്. ഓക്കെ, ദറ്റ് ഈസ് ഇൻ. അപ്പോൾ നമുക്ക് സി 2 terms. യു ഗോട്ട് 2 terms ഹിയർ ആൻഡ് 2x minus 3 ഈസ് ഹിയർ ഇൻ ദിസ് ടേം ആൻഡ് ഇൻ ദിസ് ടേം ഓൾസോ 2x minus 3 ഈസ് ദർ. സോ ടേക്ക് ദാറ്റ് ഔട്ട് സൈഡ്. 2x minus 3 take as a common factor. Then you will get here x here and here -1 is equal to 0. This means 2x minus 3 is equal to 0
or x minus 1 is equal to 0. That is equal to 2x is equal to 0 plus 3. That is 3x is equal to 3 by 2. Here x is equal to 0 plus 1, that is x is equal to 1. So you will get two values, x is equal to 3 by 2 and x is equal to 1. Okay. Factorization method. Now we will move to the next method, that is using quadratic formula. എങ്ങനെ ചെയ്യാൻ നോക്കാം. എന്താണ് quadratic formula? x is equal to minus b plus or minus root of b square minus 4ac whole divided by 2a. What is minus b here? See, you know that standard form of a quadratic equation is ax square plus bx plus c is equal to 0. So b is the coefficient of x term and a is coefficient of x square term, c constant term. Okay. Okay, write the question. Same question. എന്ത് ചെയ്യണം നോക്കാം. അപ്പോൾ നമുക്ക് use that formula. X is equal to minus b. What is a here? A is 2. What is b? B is negative 5. What is c? C is 3. So substitute those values in the formula. X is equal to minus b, that means minus of b is minus 5 plus or minus root of b square, that is minus 5 square minus 4 into a into c divided by 2 into a. A is 2, that is equal to minus of minus plus 5 plus or minus root of minus 5 square is 25. 25 minus 4 2s are 8, 3s are 24. That means 25 minus 24, that is 1 by 4. Okay, that is equal to 5 plus what is root 1? 1 by 4 or 5 minus root 1 is 1 by 4. That is 6 by 4 or 4 by 4. That is 3 by 2 or 1. X is equal to 3 by 2 or x is equal to 1. Okay, ഇതൊന്നുമില്ല, സിമ്പിൾ മെത്തേഡാണ്. ബട്ട് യു ഷുഡ് ലേൺ ദിസ് ഫോർമുല. ആ ഫോർമുല ലേൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഐ തിങ്ക് ദിസ് ഈസ് ക്ലിയർ ടു യു. നൗ ദ തേർഡ് മെത്തേഡ്. നമുക്ക് ക്വസ്റ്റ്യൻ എഴുതാം. 2x സ്ക്വയർ മൈനസ് 5x പ്ലസ് 3 ഇസ് ഈക്വൽ ടു 0. സെയിം ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാൻ കംപ്ലീറ്റിംഗ് ദ സ്ക്വയേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ തന്നെ ഉണ്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ ഈ ഒരു പോളിനോമിയലിനെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന ഫോമിലേക്ക് ആക്കണം. അതായത് ഒരു കംപ്ലീറ്റ് സ്ക്വയർ ആക്കണം. അതിന് നിങ്ങൾക്ക് കുറച്ച് എന്തെങ്കിലും ആഡ് ചെയ്യാനോ കുറച്ച് എന്തെങ്കിലും സബ്ട്രാക്ട് ചെയ്യാനോ ഒക്കെ ഉണ്ടാവും. നമുക്ക് നോക്കാം എന്ത് ചെയ്യണമെന്ന്. സി, the first term itself is it is not a perfect square. ആദ്യത്തെ ടേമിന് പെർഫെക്റ്റ് സ്ക്വയർ ഇല്ല. അപ്പോൾ ആദ്യത്തെ ടേം നമ്മൾ ആദ്യം തന്നെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കുക. എന്ത് ചെയ്യണം? ഞാൻ ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എക്സ് സ്ക്വയർ എന്ന് കിട്ടി അല്ലേ? അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ മീൻസ് എക്സ് സ്ക്വയർ ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ നമുക്ക് ആ എക്സ് സ്ക്വയർ കിട്ടി. അപ്പം ഡിവൈഡ് ദ ഇക്വേഷൻ ബൈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എക്സ് സ്ക്വയർ എന്ന് കിട്ടി, മൈനസ് ഇവിടെ 5/2x എന്ന് കിട്ടി, പ്ലസ് 3/2 ഇസ് ഈക്വൽ ടു 0/2, ദാറ്റ് ഈസ് 0. ഇനി നമുക്കിതാ ഈ ഒരു ടേം ഉണ്ടല്ലോ, അതായത് എക്സ് സ്ക്വയറിൻ്റെയും ഈ എക്സിൻ്റെയും ടേം, ഇതിനെ എങ്ങനെയെങ്കിലും ഒരു സ്ക്വയർ ടേം ആക്കണം. എന്ത് ചെയ്യാൻ പറ്റും നമുക്കിവിടെ? ഇവിടെ നോക്കൂ, ഒരു ടേം സ്ക്വയറാണ്, എക്സ് സ്ക്വയർ മൈനസ് എന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ മൈനസ്
2ab എക്സ് സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആക്കുകയാണെങ്കിൽ അതെന്താണ് എക്സ് സ്ക്വയർ മൈനസ് 2ab സോറി എക്സ് സ്ക്വയർ മൈനസ് അല്ല എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് അത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന ഫോമിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഫോമിലേക്ക് ആക്കാൻ പറ്റുമെന്ന് നോക്കാം നമുക്കിവിടെ. ഫസ്റ്റ് ടേം എക്സ് സ്ക്വയർ ആണ്. ഓക്കെ, എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ എന്താണ് അവിടെ എക്സ് തന്നെയാണ് ഇൻറ്റു നോക്കൂ 5/2 എക്സ് വരണം. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ 5/2 എക്സ് വരണമെങ്കിൽ 2 ഇൻറ്റു 5/4 ആണല്ലോ. 2 ഇൻറ്റു 5/4 ആണല്ലോ 5/2 കണ്ടോ. 2 ഇൻറ്റു 5/4 ആണ് നമുക്ക് 5/2 വരുന്നത്. അപ്പോൾ 2 ഇൻറ്റു എന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ 5/4 എന്ന് എഴുതണം. എന്നാൽ മാത്രമേ ഈ ഒരു ടേം കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് എ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ ഇൻറ്റു വേറൊരു നമ്പർ കിട്ടിയപ്പോൾ അതായിരിക്കും നമ്മുടെ ബി. അപ്പം നമുക്കിനി ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 5/4 ദ ഹോൾ സ്ക്വയർ ആഡ് ചെയ്ത് നോക്കാം. അങ്ങനെ വെറുതെ ഒരു ഇക്വേഷൻ്റെ ഒരു ഭാഗത്ത് ഒരു നമ്പർ വെറുതെ ആഡ് ചെയ്യാനൊന്നും പാടില്ല. അപ്പോൾ ആഡ് ചെയ്യുന്നെങ്കിൽ തന്നെ ഒന്നുകിൽ അത് ഇവിടുന്ന് തന്നെ സബ്ട്രാക്ട് ചെയ്യണം, അല്ലെങ്കിൽ LHSൽ ആഡ് ചെയ്യുകയാണെങ്കിൽ RHSലും അത് ആഡ് ചെയ്ത് കൊടുക്കണം. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യും. ഒന്നുകിൽ ഇവിടുന്ന് തന്നെ ഇത് സബ്ട്രാക്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ നമ്മൾ RHSൽ ആഡ് ചെയ്താൽ RHSൽ അത് തന്നെ ആഡ് ചെയ്യുക. ഉണ്ടോ? അപ്പോൾ ഇക്വേഷൻ യാതൊരു ചേഞ്ചും വരുന്നില്ല. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടേം ഇത് നമ്മൾ അഡീഷണലായിട്ട് ആഡ് ചെയ്താണ് നമുക്ക് ഈ ഒരു സ്ക്വയർ ടേം കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടാൻ വേണ്ടിയിട്ട്, ആ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 5/4 പ്ലസ് 5/4 ദ ഹോൾ സ്ക്വയർ. ഇത് നമ്മൾ ആഡ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഇവിടെയും ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ അത് അപ്പോൾ തന്നെ സബ്ട്രാക്ട് ചെയ്ത് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ഇപ്പുറത്ത് ആഡ് ചെയ്തെന്ന് മാത്രം. പിന്നെ നമുക്ക് വേറൊരു ടേം ഇവിടെ ഉണ്ട് കേട്ടോ, 3/2 അത് അവിടെ ഉണ്ട് കണ്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇത് ശരിക്കും എന്താണ് ഇപ്പം എ മൈനസ് നമ്മുടെ ബി എന്താണ് ബി 5/4 ആണ്. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആണ് ശരിക്കും. ഓക്കെ, അപ്പോൾ ഇതുവരെയാണ് ഇപ്പോൾ എക്സ് മൈനസ് 5/4 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 25/16. Take this 3/2 to that side, that is minus 3/2. ഇവിടെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയി, ഒരു സ്ക്വയർ ആയി. മീൻസ് എക്സ് മൈനസ് 5/4 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു LCM. 16 is the LCM here. 25 minus how many 2's are there in 16? 8. That is 8 into 3. That is x minus 5/4 the whole square is equal to 1/16. Okay. So what will be x minus 5/4? That is square root of 1/16. Okay, what is square root of 1/16? It is x minus 5/4 is equal to plus or minus 1/4. What is root of 1/16? Plus or minus 1/4. It is x minus 5/4 is equal to plus 1/4 or x minus 5/4 is equal to negative 1/4. That is x is equal to 1/4 plus 5/4 or x is equal to negative 1/4 plus 5/4. That is equal to x is equal to 6/4. Here 4/4. That is x is equal to 3/2 or x is equal to 4/4, that is 1. ഇതാണ് കംപ്ലീറ്റിംഗ് ദ സ്ക്വയേഴ്സ് മെത്തേഡ്. അപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഈ ഒരു പാർട്ടിനെ ഒരു സ്ക്വയറായിട്ട് കൺവേർട്ട് ചെയ്യണം, എന്നിട്ടാണ് അത് ചെയ്യേണ്ടത്.
നിങ്ങൾ ആ ഫസ്റ്റ് 2 മെത്തേഡ്സ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ദാറ്റ് ഈസ് ഫാക്ടറൈസേഷൻ മെത്തേഡ് ആൻഡ് യൂസിങ് ക്വാഡ്രാറ്റിക് ഫോർമുല, ദോസ് 2 മെത്തേഡ്സ് നന്നായിട്ട് പഠിക്കുക. ദിസ് മെത്തേഡ് ഓൾസോ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ 3 മെത്തേഡ്സ് ആണുള്ളത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ടു യു.